ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വാർ ലൈറ്റ് എന്ന ആ നാടകത്തിന് ശേഷം നമ്മുടെ AFFന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബ അവതരിപ്പിക്കുന്ന രണ്ടാമത്തത് AVRS. അപ്പോൾ അങ്ങനെ പുതിയൊരു പദ്ധതി കൂടി നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് ന്യൂസുകൾ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് ഈ സീസണിലേക്കൊക്കെ വരുമ്പോൾ വാർ ലൈറ്റ് എന്ന സെറ്റപ്പ് ISL കൊണ്ടുവരുമെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ കല്യാൺ ചൗബ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് പറ്റിച്ചു എന്ന് പറയാം. വെറുതെയാണ് പറഞ്ഞത്. വാർ ലൈറ്റോ കാര്യങ്ങളൊന്നും ഈ സീസണിലേക്ക് കല്യാൺ ചൗബ കൊണ്ടുവന്നിട്ടില്ല. എല്ലാവർക്കും നിരവധി മിസ്റ്റേക്സ് ആണ് ISL റഫറിമാരെ ഭാഗത്ത് നിന്നുള്ളത്. പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ സീസണിൽ അങ്ങനെയാണ് ഈ വാർ ലൈറ്റ് എന്നുള്ള സംഭവത്തിലേക്ക് എത്തിയത്. ഈ സീസണിലും തുടക്കത്തിൽ ഇതുവരെ മിസ്റ്റേക്സ് ആണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ റഫറിമാരുടെ മെയിൻ ആളൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ എന്തെല്ലാം മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാൻ പറ്റും റഫറിമാർ എന്നുള്ളതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ AVRS നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യയിൽ ഒരു പോസിബിലിറ്റി ചെക്ക് ചെയ്യാണ് ഇപ്പോൾ AFF. അപ്പോൾ AVRS എന്തെന്ന് വെച്ചാൽ വാർ ലൈറ്റിൻ്റെയും അതിനേക്കാൾ ഒന്ന് താഴ്ന്ന രീതിയിൽ ഒരു അഡീഷണൽ വീഡിയോ റിവ്യൂയിങ് സിസ്റ്റം എന്നാണ് AVRS എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് വെച്ചാൽ മൾട്ടി ക്യാമറ ബ്രോഡ്കാസ്റ്റ് ഫീഡ് വെച്ചിട്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം വാർ എന്ന് വെച്ചാൽ ആ ഉള്ളിൽ കുറച്ച് റഫറിമാരുണ്ടാവും. അവരത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ മെയിൻ റഫറിക്ക് നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ വാറൊക്കെ നോക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ബ്രോഡ്കാസ്റ്റ് ഫീഡ് വെച്ചിട്ട് അവർ വിഷ്വൽസ് ഒക്കെ നോക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ മെയിൻ റഫറിക്ക് അങ്ങനെ നൽകുക. അതൊക്കെയാണ് ഇത്. അപ്പോൾ വാർ ലൈറ്റിനേക്കാളും താഴ്ന്ന രീതിയിൽ ചെറിയൊരു സെറ്റപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. വാർ എന്നുള്ളതൊക്കെ വലിയൊരു എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സീസൺ ഫുള്ളായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതെങ്കിലും വരട്ടെ എന്നാണ് പറയാനുള്ളത്. ഇത് വന്നിച്ചിട്ട് റഫറിമാരുടെ മിസ്റ്റേക്സിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വാറൊക്കെ പ്രീമിയർ ലീഗിൽ വന്നിട്ട് പോലും ഇപ്പോഴും പ്രശ്നങ്ങളാണ്. വാറിലൂടെയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്ഥിതിക്ക് ഇത് വന്നാൽ എന്താ വെച്ചാൽ ഉള്ള ഇപ്പോൾ ഈ കൂടുതൽ മിസ്റ്റേക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചൊന്ന് കുറഞ്ഞ അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വരുമെന്ന് അറിയില്ല. പോസിബിലിറ്റീസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ വരുമെന്നതിന് പ്രതീക്ഷിക്കാം. ഇനിയും കല്യാൺ ചൗബ വാർ ലൈറ്റ് വരുമെന്ന് പറഞ്ഞു പറ്റിച്ച പോലെ കണ്ണിൽ പൊടിയിടില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തതിനെ കുറിച്ച്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.